ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ചെറിയൊരു അറിയിപ്പുണ്ട്. അതായത് ഈ വീഡിയോയുടെ ദൈർഘ്യം നീളം എത്രത്തോളമായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു പിടുത്തം എനിക്കില്ല. അതോടൊപ്പം തന്നെ 2 ഭാഗങ്ങളായിട്ടായിരിക്കും സാന്റിയാഗോ ബെർണബേയിൽ വെച്ച് റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ വധിച്ച കഥ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ട് 2 ഗോളുകൾ വന്ന വഴിയെക്കുറിച്ചൊക്കെ അമ്മാതിരി കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ട് 1 വേറെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങല്ലേ? ഓക്കെ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇത്തിരി ഡിസപ്പോയിൻറ്റഡ് ആണ്. മാൻ സിറ്റിയിൽ നിന്നും കുറച്ചുകൂടി ഇത്തിരി കൂടി ഫൈറ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കണ്ടില്ല എന്ന് മാത്രമല്ല, പെപ്പിൻ്റെ മാൻ സിറ്റിയെ ഡോൺ കാർലോയുടെ പിള്ളേർ സാന്റിയാഗോ ബെർണബേയിൽ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഡോമിനൻ്റ് പെർഫോമൻസ്. ചിലരൊക്കെ പറയാറുണ്ടല്ലോ, ഒന്ന് ഡോമിനേറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളത്. സിറ്റിനെ കാണിച്ചെന്നില്ലേ? പോരെ. നല്ല അസലായിട്ട് വെടിപ്പായിട്ട് വൃത്തിക്ക് ഡോമിനേറ്റ് ചെയ്ത് പണ്ടാറടക്കി 3-1 എന്നുള്ള സ്കോർ ലൈനിനെ പരാജയപ്പെടുത്തിയിട്ട് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് അങ്ങോട്ട് പുറത്താക്കിയിട്ടുണ്ട്. പോരെ. ഞാനേ എറ്റിഹാദിൽ വെച്ച് ആ ഒരു ലേറ്റ് കംബാക്ക്, അതും റയൽ മാഡ്രിഡിൻ്റെ തനതായിട്ടുള്ള ഒരു ശൈലിയിലുള്ള ആ ഒരു ലേറ്റ് കംബാക്ക് റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ള ആ ഒരു അവസരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയൊരു തിരിച്ചുവരവ് സിറ്റിയെ സംബന്ധിച്ചോളം സാധ്യമുള്ളൊരു കാര്യമില്ല എന്നുള്ളത്. കാരണം വെച്ചാൽ ഈ സിറ്റിക്ക് സാന്റിയാഗോ ബെർണബേയിൽ പോയിട്ട് അവിടെ വെച്ചൊരു കംബാക്ക് നടത്തിക്കൊണ്ട് റയൽ മാഡ്രിഡിനെ പുറത്താക്കാൻ പറ്റുന്ന തരത്തിലൊരു ആംപിയറൊന്നും ഇല്ല ഇപ്പോഴത്തെ സിറ്റിക്ക് എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. പക്ഷേ സ്വാഭാവികമായിട്ടും ചെറിയൊരു പ്രതീക്ഷ മാൻ സിറ്റിയുടെ ആരാധകർക്കുണ്ടാവും. ഹോപ്പില്ലാതെ എന്ത് ഫുട്ബോൾ. മാത്രമല്ല ആ ഒരു കംബാക്കിനെ കുറിച്ച് ഞാൻ വാതോരാതെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിക്കുന്ന സാഹചര്യത്തിൽ ചില കമൻറ്റുകളൊക്കെ ഇത്രമാത്രമൊക്കെ സംസാരിക്കാനുണ്ടോ? ലേറ്റായിട്ട് എഡേഴ്സൻ്റെ മിസ്റ്റേക്കിൽ റയൽ മാഡ്രിഡ് എങ്ങനെയൊക്കെയോ ജയിച്ചു കയറി എന്നുള്ളതായിരുന്നു ചിലരുടെ വാദം ഉണ്ടായിരുന്നത്. പക്ഷേ ആ മിസ്റ്റേക്കുകൾ വരുന്നതിനൊക്കെ ഒരു കാരണം കൂടി ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിലും ഇപ്പം എന്ത് സംഭവിച്ചു? സെറ്റാക്കിയില്ലേ? മാനേജറോട് ചോദിച്ചാൽ മതി. ആക്കിയില്ലേ? മൂപ്പര് ഇതാ ചെയ്തുകൊണ്ടിരുന്നത് ഫുൾ ടൈം. പറ്റുന്നില്ല. അമ്മാതിരി ഡോമിനൻ്റ് പെർഫോമൻസ്. മാത്രമല്ല, എന്തുകൊണ്ട് നിരന്തരം ഇത് റയൽ മാഡ്രിഡ് തന്നെ ഇങ്ങനത്തെ പരിപാടി, ഈ ലേറ്റ് കംബാക്കുകൾ നടത്തുന്നു എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അവർ റയൽ മാഡ്രിഡാണ്, അതുകൊണ്ടാണ്. വേറെ അതിനൊരു ഉത്തരമൊന്നുമില്ല. അപ്പോൾ ഇതിനൊക്കിടയിലാണെങ്കിലും മാൻ സിറ്റി കുറച്ച് കോൺഫിഡൻസ് ബൂസ്റ്റർ എന്നുള്ള രീതിയിൽ അവർ ന്യൂകാസിൽ യുണൈറ്റഡിനെ പ്രീമിയർ ലീഗിൽ വീക്കെൻഡിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 4-0 എന്നുള്ള സ്കോറിൽ. ഒമാർ മർമൂഷിൻ്റെ ഹാട്രിക് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഹാലണ്ടും ഒമാർ മർമൂഷും തമ്മിൽ നല്ല സിങ്കും കാര്യങ്ങളും. നീക്കോ ഗോൺസാലസ്, മിനി റോഡ്രി എന്നൊക്കെ പെപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു ചങ്ങായിന്. പുള്ളിക്കാരനൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കോൺഫിഡൻസോട് കൂടിയിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു സാന്റിയാഗോ ബെർണബേയിലേക്ക്. പക്ഷേ ഹാലണ്ടിന് ആ മത്സരത്തിൽ തന്നെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചങ്ങായിക്ക് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബെഞ്ചിലായിരുന്നു ചങ്ങായി ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ബിഗ് ബ്ലോ ആയിരുന്നു സിറ്റിയെ സംബന്ധിച്ചുള്ള. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ഒമർ മർമൂഷാണ് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഒരു ഇത്തിരി ഫൈറ്റ് കാഴ്ചവെക്കടോ. ഇതിപ്പോൾ എന്താ അത്? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവന്മാർ ഭയത്തിലൂടെയാണ് ഈ മത്സരത്തെ കണ്ടത്. അതായത് പെട്രിഫൈഡ് ആയിരുന്നു അവർ, ടെറിഫൈഡ് ആയിരുന്നു. ബെർണബേയുവിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ രാത്രികളിൽ അവർക്കൊരു പ്രത്യേക ഓറയുണ്ട് നമുക്കറിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഒപ്പോസിഷൻ ടീമുകളിൽ ഒരു ഭയം അവരുണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ നോയ്സ്, അവിടുത്തെ പുല്ലിൽ ചവിട്ടി നിൽക്കുമ്പോൾ പോലും ഒരു ഭയം. ആ ഭയം നമുക്ക് സിറ്റി പ്ലേയേഴ്സിൻ്റെ കണ്ണിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അവരുടെ മാനേജറാണെങ്കിൽ ഓൾറെഡി ഒരു ലൂസിങ് ഫിഗറിനെ പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. ഓൾറെഡി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ നിന്നും തോറ്റു എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ മത്സരത്തെ നേരിട്ടിട്ടുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം സാന്റിയാഗോ ബെർണബേയിലേക്ക് വന്നിട്ട് അത്ര എളുപ്പമല്ല. അത് മാത്രമല്ല, തൻ്റെ പ്ലേയേഴ്സിൻ്റെ മുട്ടിടിക്കുന്നതാണ് പെപ്പ് ഗോർഡിയോള അവിടെ കണ്ടത്. ഒപ്പം പെപ്പ് ഗോർഡിയോള ടീമിൻ്റെ സെറ്റപ്പ്, അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ്, അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ടാക്ടിക്സ് കംപ്ലീറ്റ്ലി ഡോൺ കാർലോ എന്ന് പറയുന്ന മനുഷ്യൻ പരിപ്പിളക്കി പണ്ടാറടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അക്ഷരാർത്ഥത്തിൽ സാന്റിയാഗോ ബെർണബേയിൽ കാർലോ ആൻചെലോട്ടിയുടെ റയൽ മാഡ്രിഡ് പെപ്പ് ഗോർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയെ ഔട്ട് പേസ് ചെയ്തു, ഔട്ട് പാസ് ചെയ്തു, ഔട്ട് തിങ്ക് ചെയ്തു, ഔട്ട് ഫൈറ്റ് ചെയ്തു, ഔട്ട് ടാക്ടിക് ചെയ്തു, ഔട്ട് കോച്ച് ചെയ്തു, ഔട്ട് ക്ലാസ് ചെയ്തു, ഔട്ട് സ്കോർ ചെയ്തു, ഔട്ട് ഹൗസിലേക്ക് ഗെറ്റ് ഔട്ട് പറയുന്നൊരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അമ്മാതിരി പെർഫോമൻസ്, ഗ്രേറ്റ് പെർഫോമൻസ്. അപ്പോൾ ഇതിൽ നമ്മളിനി ഈ ഡോൺ കാർലോ എന്ന് പറയുന്ന ചെങ്ങായിനെക്കുറിച്ചും സംസാരിക്കണം എന്നുള്ളതാണ്. ശരിയാണ്, കിലിയൻ എംബാപ്പെ ഹാട്രിക് അടിച്ചിട്ട് അയാളാണ് ഹെഡ്ലൈൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, രാജമോൻ്റെ ഹാട്രിക്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. പക്ഷേ അതോടൊപ്പം ഇതൊരു പെർഫെക്റ്റ് ടീം ഡിസ്പ്ലേ ആയിരുന്നു. ഒരാളെയും നമ്മൾ നോക്കിയിട്ട്, ആ റയൽ മാഡ്രിഡ് സൈഡിൽ ഒരാളെയും നോക്കിയിട്ട് ഇന്ന് മോശമായിട്ട് കളിച്ചു നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അമ്മാതിരി ടീം പെർഫോമൻസാണ്
റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ ചില പ്ലേയേഴ്സ് സ്റ്റാൻഡ് ഔട്ടായിട്ട് നിന്നിട്ടുണ്ട്, അവരെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. അതിനു മുമ്പ് ഇവരൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് നിർത്തണ്ടേ, ആ ചങ്ങായിനെ കുറിച്ച് സംസാരിക്കണ്ടേ. ഡോൺ കാർലോയെ ഇപ്പോഴും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട്, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. അത് പാടില്ല എന്നുള്ളത്. കാരണം ഇയാളൊരു രക്ഷയില്ലാത്ത മനുഷ്യനാണേ. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എളുപ്പമുള്ളൊരു പണിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സൈഡിൽ ആ ഫ്രണ്ട് ഫോർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആ ഫ്രണ്ട് ഫോർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒപ്പോസിഷൻ ടീമിൽ ഭയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫ്രണ്ട് ഫോറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അമ്മാതിരി പ്ലേയേഴ്സാണ്, ഒറ്റയ്ക്ക് കളികൾ ജയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സാണ്. അവന്മാർ 4 കൂടി ഒരുമിച്ച് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം കാർലോ അൻചെലോട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ടീമിൽ ഇപ്പോൾ ബാലൻസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ആ ബാലൻസ് കൊണ്ടുവരാൻ എന്താണ് കാർലോ അൻചെലോട്ടി ചെയ്തതെന്നുള്ളതാണ്. ടോണി ക്രോസ് എന്ന് പറയുന്ന ബാലൻസിൻ്റെ ഉസ്താദ് പോയിട്ടുണ്ടായിരുന്നു സമ്മറിൽ. ഈ സീസൺ തുടങ്ങിയുള്ള കാര്യത്തിൽ ആ ബാലൻസിനായിട്ട് റയൽ മാഡ്രിഡ് ഇടങ്ങറാകുന്ന സിനാരിയോ ഉണ്ടായിരുന്നു. കിലിയൻ എംബാപ്പെ വന്ന സിനാരിയോയിൽ കിലിയൻ എംബാപ്പെ എങ്ങനെ ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളൊരു വലിയ തലവേദന കാർലോ അൻചെലോട്ടിയുടെ തലയിലുണ്ടായിരുന്നു. ഇതൊക്കെ വേറെ ഏതെങ്കിലും മാനേജർ ആയിരുന്നെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇതിനെ കാണുക, ഏത് രീതിയിലായിരിക്കും ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതൊക്കെ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കാര്യമാണ്. അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. പക്ഷേ കാർലോ അൻചെലോട്ടി ഇതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത് നമുക്കറിയാം, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണമല്ലോ. അപ്പോൾ ഇതിൽ തന്നെ ഈ കിലിയൻ എംബാപ്പെ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. ഇപ്പോൾ ആ ഒരു സെൻറ്റർ ഫോർവേഡായിട്ട് മനോഹരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റോളിലേക്ക് ചങ്ങായി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം വിനി ജൂനിയർ ലെഫ്റ്റ് വിങ്ങറാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആളും അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ. പിന്നെ റോഡ്രിഗോ, പുള്ളിക്കാരൻ്റെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ലെഫ്റ്റിൽ നിന്ന് കട്ടിങ് സൈഡ് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് കാണാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉള്ള പ്ലേയേഴ്സിനെ, കൂടുതലും ലെഫ്റ്റ് സൈഡിൽ കളിക്കാൻ ആഗ്രഹമുള്ള, അവിടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സിനെയൊക്കെ വെച്ചിട്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒപ്പം ജൂഡ് ബെല്ലിങ്ങാമിനൊക്കെ പിന്നെ മാനേജ് ചെയ്യൽ എളുപ്പമായിരിക്കും. കാരണം അമ്മാതിരി വർക്ക് റേറ്റും ഒടുക്കത്തെ ടീം പ്ലെയറും സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ചങ്ങായാണ്. ഇതോടൊപ്പം തന്നെ ഫെഡെ വാൽവെർദെ ഉണ്ട്, ചൊവ്മേനി ഉണ്ട്, റൗൾ അസെൻസിയോ അക്കാഡമിയിൽ നിന്ന് അങ്ങോട്ട് ഉയർത്തി എഴുന്നേറ്റ് വല്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ടോണി റൂഡിഗർ തിരിച്ചു വന്നത് വലിയൊരു സംഭവമാണ്. സോളിഡായിട്ടൊരു കീപ്പറുണ്ട്, ഒരു ചങ്ങായി. ഒമാരൊക്കെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കീപ്പറിനെ ബീറ്റ് ചെയ്യണം. മെൻഡി വരെ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് ഇന്നലെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. സെബയോസ് റെവലേഷനാണ് ഈ സീസണിൽ, റെവലേഷൻ. കാരണം വെച്ചാൽ ടോണി ക്രോസ് പോയിട്ടുള്ള സാഹചര്യത്തിൽ ടോണി ക്രോസ് ചെയ്യുന്നതിൽ ഒരു 10% ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയാൽ തന്നെ ടീമിൽ ഭയങ്കരമായിട്ടുള്ള ബാലൻസ് കണ്ടെത്താൻ സാധിക്കും. ആ 10%-ലും കൂടുതൽ ഇപ്പോൾ സെബയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെബയോസിൻ്റെ പ്രകടനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. അപ്പോൾ അണ്ടർ റേറ്റഡ് മിഡ്ഫീൽഡറായിട്ടാണ് ചങ്ങായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം പ്രസ് റെസിസ്റ്റൻസ് കാഴ്ചവെക്കുന്നു, ഡിഫൻസിൽ നിന്ന് ബോൾ കംഫർട്ടബിളായിട്ട് എടുക്കുന്നു, എന്നിട്ട് അത് സർക്കുലേറ്റ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നു. ചൊവ്മേനിയൊക്കെ സംബന്ധിച്ചിടത്തോളം പണ്ടാറടങ്ങാനായിട്ട് ഇത്രയും കാലം ഡിഫൻസിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പൊസിഷനല്ല, ഔട്ട് ഓഫ് പൊസിഷനിൽ ആ ടീമിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആയിരുന്നു. ഇപ്പോൾ ആ മിഡ്ഫീൽഡിൽ ഒന്ന് കളിക്കാൻ അവസരം കിട്ടിയപ്പോൾ ചങ്ങായി കാണിച്ചു കൊടുക്കുകയാണ് ലോകത്തിന് മുമ്പിൽ, ഇതാണ് എൻ്റെ പൊസിഷൻ, ഇവിടെ എനിക്ക് കളിക്കാൻ അറിയാമെന്നുള്ളത്. അപ്പോൾ കസമിറോ മിഡ് വീക്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 6നെ സംബന്ധിച്ചിടത്തോളം ടീമിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യലാണ് പണി എന്നുള്ളത്, ഒരു പ്രൊട്ടഗണിസ്റ്റ് ആവണ്ട എന്നുള്ളത്. അതാണ് ചൊവ്മേനി മത്സരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ടും ആളുടെ പണി വൃത്തിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടിഫുള്ളായിട്ട്. ആ ഒരു മിഡ്ഫീൽഡ് അങ്ങോട്ട് ഈറ്റപ്പ് ചെയ്യാൻ ഈ റയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. മാൻ സിറ്റിക്ക് ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. മെൻ അഗെയിൻസ്റ്റ് ബോയ്സ്. ആ റയൽ മാഡ്രിഡിൻ്റെ പാഷനും ഡിസയറിനും അവരുടെ ആ ഒരു വില്ലിങ്നെസ്സിനും അവരുടെ ആ ഫൈറ്റിംഗ് സ്പിരിറ്റിന് മുമ്പിൽ മാൻ സിറ്റി അങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനെയൊക്കെ വെച്ച് മാനേജ് ചെയ്തിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കലും അവരെയൊക്കെ ഹാപ്പി ആയിട്ട് നിർത്തലും എളുപ്പമുള്ളൊരു പണിയല്ല. ഇതോടൊപ്പം തന്നെ അമ്മാതിരി ഇഞ്ചുറി പ്രശ്നങ്ങളും ക്രൈസിസും. ഈ ക്രൈസിസ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു 1.5 പണിയാണ്. എല്ലാവരെ കൊണ്ടും കൂട്ടിയാൽ കൂടുന്നൊരു പരിപാടിയല്ല അത്. അതും ഒരു നൊലോളിയും നടത്താണ്ട് അവിടെയുള്ള റിസോഴ്സുകൾ വെച്ചിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ളൊരു പണിയല്ല. ഡോൺ കാർലോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഒരുപാട് നാളായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പണിയാണത്. പെപ്പിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ? എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ലെഗിൽ റയൽ മാഡ്രിഡിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ആ ഡിഫൻസിൽ 2 മിഡ്ഫീൽഡർമാരാണ് ആ ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു റുക്കി സെൻറ്റർ ബാക്കും അക്കാഡമിയിൽ നിന്നുള്ള സെൻറ്റർ ബാക്കും. ആ ഒരു ഡിഫൻസിനെ വെച്ചിട്ട് എത്തിഹാദിൽ ഒരു ബ്രില്യൻറ്റ് വിക്ടറി കരസ്ഥമാക്കാൻ റയൽ മാഡ്രിഡിന് സാധിക്കുന്നു. ശരിയാണ്, മാൻ സിറ്റി ഈ സീസണിൽ അത്ര നല്ല രീതിയിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ നല്ല രീതിയിൽ കളിക്കുന്നില്ല? ശരിയാണ്, അവർക്ക് റോഡ്രിയെ നഷ്ടപ്പെട്ടു പോയി. റോഡ്രി ഒരു ബിഗ് ബ്ലോ ആണ്, ബിഗ് മിസ്സാണ്. കാരണം റോഡ്രി ആ ടീമിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, 2 ആൾക്കാരുടെ പണി റോഡ്രി എടുക്കാറുണ്ട്. അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഡിഫൻസിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് അദ്ദേഹം യൂസ് ചെയ്യും, ഫൗൾ ചെയ്യേണ്ട സിനാരിയിൽ അദ്ദേഹത്തിന് ഫൗൾ ചെയ്യാൻ അറിയാം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കാലിറ്റിയും കാര്യങ്ങളും അതെല്ലാം മാൻ സിറ്റി മിസ് ചെയ്യുന്നുണ്ട്. ശരിയാണ്, അപ്പോൾ ഒരു റോഡ്രി പോയപ്പോൾ വേറെയും കുറച്ച് ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പെപ്പ് അങ്ങോട്ട് റാക്കിൽഡായി. പെപ്പിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല, ക്രൈസിസിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ച് പോയത്. ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതായത് ജോസെ മൊറീനിയോ, യർഗൻ ക്ലോപ്പോ, കാർലോ അൻചെലോട്ടിയോ ഒക്കെ അവരുടെ കരിയറിൽ നേരിട്ടുള്ള ക്രൈസിസുകളും ആ ക്രൈസിസിൽ അവരുണ്ടാക്കിയിട്ടുള്ള സക്സസും
അതിന് മധുരം കൂടുതലാണോ? അതത്ര എളുപ്പമുള്ളൊരു സംഭവമല്ല. ഇവിടെ പെപ്പിനെ സംബന്ധിച്ചിടത്തോളം പെപ്പിൻ്റെ സിസ്റ്റത്തിന് അനുയോജ്യമായിട്ടുള്ള ആ പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ അയാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അൺബിലീവബിൾ സംഭവങ്ങൾ കാണിച്ചു കൂട്ടിലൊരു മാനേജറാണ് പെപ്പ് ഗോർഡിയോള. ജീനിയസ് ഫുട്ബോൾ മാനേജറാണ്. ഫുട്ബോളിനെ റെവല്യൂഷനൈസ് ചെയ്തിട്ടുള്ളൊരു ചങ്ങായിയാണ്. ഇതൊക്കെ നമുക്കറിയുന്നതാണ്. ഒരുപാട് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതേ സംബന്ധിച്ചോളം ഒരു സീസണിൽ ഇനിയിപ്പോൾ ഒന്നും നേടിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇതിനു മുമ്പും ക്രൈസിസ് ഒന്നും അങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടില്ല. ക്രൈസിസ് സിനാരിയോ ഹാൻഡിൽ ചെയ്ത് അതൊരു വേറൊരു സംഭവമാണ്. അപ്പോൾ ക്രൈസിസിൽ അതേ സംബന്ധിച്ചോളം എന്താണ്, മാർക്കറ്റിൽ പോയി അദ്ദേഹം പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു. പക്ഷേ എന്നിട്ടും വീക്ക്നെസ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ പരിപ്പും പണ്ടവും പുറത്തെടുക്കാൻ റയൽ മാഡ്രിഡിന് ഇന്നലെ സാന്റിയാഗോ ബെർണബേയിൽ സാധിച്ചു. അപ്പോൾ അവിടെയാണ് പെപ്പും ക്ലോപ്പും കാർലോ അൻചെലോട്ടിയും ജോസെ മൗറിനോയൊക്കെ തമ്മിലുള്ള വ്യത്യാസം. ഈ ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എളുപ്പമുള്ളൊരു സംഭവമല്ല അത്. ശരിയാണ്, ഈവൻ ജോസെ മൗറിനോയും ക്രൈസിസിലൊക്കെ പിന്നെ തളർന്ന സിനാരികളൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. കാർലോ അൻചെലോട്ടിയും തളർന്ന സിനാരികളൊക്കെ, പക്ഷേ അവർക്ക് സക്സസ് റേറ്റും പറയാനുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് കഥകൾ അവർക്ക് പറയാനുണ്ട്. അപ്പോൾ ഡോൺ കാർലോ എന്ന് പറയുന്ന ഈ മനുഷ്യന് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അദ്ദേഹം ഈ പെപ്പ് ഗോർഡിയോള എന്ന് പറയുന്ന ചെങ്ങായിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീമിനെ 5 തവണ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ 4 തവണയും പെപ്പിൻ്റെ ടീമിനെ നോക്കൗട്ട് ചെയ്യാൻ കാർലോ അൻചെലോട്ടിയുടെ ടീമിന് സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതല്ല. അതൊരു ഇൻക്രെഡിബിൾ സ്റ്റാറ്റാണ്, ഫാന്റാസ്റ്റിക് സ്റ്റാറ്റ്. മാത്രമല്ല 6 തവണ പെപ്പിൻ്റെ ടീമിനെ ഈ ചങ്ങായിക്ക് പരാജയപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. യോർഗൻ ക്ലോപ്പ് 12 തവണ പെപ്പിൻ്റെ ടീമിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ജോസെ മൗറിനോയുടെ ടീം 7 തവണ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കാർലോ അൻചെലോട്ടിയാണ് 6 തവണ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്, കാർലോ അൻചെലോട്ടി ഒരു മോഡേൺ മാനേജറല്ല. അദ്ദേഹത്തിന് പ്ലേയേഴ്സിനെ ഇൻവേർട്ട് ചെയ്യാൻ അറിയില്ല. അങ്ങനത്തെയൊക്കെയാണല്ലോ. ഇപ്പോൾ ഈ ഇൻവേർട്ട് ചെയ്യലും പിന്നെ ഫുൾ ബാക്കുകൾ 8 പോലെ കളിക്കലും അതൊക്കെയാണല്ലോ ഈ ടാക്ടിക്കോസ് വിളിച്ച് പറയുന്ന ചില സംഭവവികാസങ്ങൾ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഫുട്ബോൾ മത്സരങ്ങൾ വിജയിക്കാൻ സാധിക്കും. ഡയറക്റ്റ് ആയിട്ടുള്ള ഫുട്ബോളും വളരെ സുന്ദരമായിട്ടുള്ള ഫുട്ബോൾ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഡയറക്റ്റ് ഫുട്ബോൾ കളിപ്പിക്കുന്ന, ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുമ്പോൾ ഫുൾ ബാക്കുകൾ അറ്റാക്കിനെ സഹായിക്കുന്നു. അതേപോലെ തന്നെ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ശരിക്കും അതിലങ്ങോട്ട് ഇൻവോൾവ് ചെയ്തിട്ട് അവരവരുടെ ഫ്ലെയർ യൂസ് ചെയ്തുകൊണ്ട്, അവരവരുടെ ആ ഒരു ഇൻഡിവിജ്വൽ എബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് അവരെ ഒരു തരത്തിലും റെസ്ട്രിക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഇമാതിരി മാനേജർമാരുടെ ശൈലിയോടാണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത്. കാരണം അവരുടെ പ്ലേയേഴ്സിൻ്റെ എബിലിറ്റിയെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള പരിപാടിയില്ല. അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ സവീനയൊക്കെ എവിടെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു വിങ്ങറാണ് ചങ്ങായി. ആ വിങ്ങർക്ക് വിങ്ങിൽ കളിക്കാനുള്ളൊരു അവസരം കൊടുക്കുന്നില്ല. അതായത് പുള്ളിക്കാരൻ ഒരു സ്ട്രൈക്കർ പോലെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. 2 സ്ട്രൈക്കർ ഫോർമേഷനിലാണ് മാൻ സിറ്റി മത്സരത്തിൽ പിന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബെർണാർഡോ സിൽവയ്ക്കാണ് ഇടയ്ക്ക് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്നുണ്ടായിരുന്നത്. എന്തിന്? ബെർണാർഡോ സിൽവയ്ക്ക് ഫെഡെ വാൽവെർദെയാണ് റൈറ്റ് ബാക്കായിട്ട് കളിച്ചുള്ളത്. ആ ഫെഡെ വാൽവെർദെ പോലും മറികടന്ന് പോകാൻ പറ്റുന്ന തരത്തിലല്ല അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കൽ എബിലിറ്റി ആ രീതിയിലല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടേക്ക് ഓൺ ശൈലിയൊന്നും ആ രീതിയിലല്ല. പിന്നെ എന്തുകൊണ്ടൊരു വിങ്ങറിനെ കളിപ്പിക്കുന്നില്ല? ഓവർ കൺട്രോളിന് വേണ്ടിയിട്ടാണോ? എന്നിട്ട് എന്തെങ്കിലും കൺട്രോൾ കിട്ടിയോ? ഒരു തേങ്ങയും കിട്ടിയില്ല. മാത്രമല്ല റയൽ മാഡ്രിഡ് ആണെങ്കിൽ 4-4-2 എന്നുള്ള രീതിയിൽ ഓഫ് ദ ബോൾ ഇരിക്കുന്നു. ആ ഒരു സെൻട്രൽ ഏരിയ പാക്ക് ചെയ്യുന്നു. ജൂഡ് ബെല്ലിംഗാം ഒടുക്കത്തെ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. റോഡ്രിഗോ ഇമ്മാതിരി വർക്ക് റേറ്റ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ആ സെൻട്രൽ ഏരിയയിലൂടെ അറ്റാക്ക് ചെയ്യാൻ മാൻ സിറ്റിക്ക് സാധിക്കുന്നില്ല. ഇവരാണെങ്കിൽ സെൻട്രൽ ഏരിയയിലൂടെയാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവരെ സംബന്ധിച്ചോളം പിന്നെ വിങ്ങിൽ ആ റൈറ്റ് സൈഡിലേക്ക് വിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കുസനോവ് എന്ന് പറയുന്ന ആ ഒരു യങ് ഡിഫൻഡറാണ്. ആളൊരു സെൻറ്റർ ബാക്കാണ്, റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആളെയാണെങ്കിൽ ഒന്നാമത് വിനി ജൂനിയറൊക്കെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ ഇടങ്ങറാക്കിയിട്ടുണ്ടായിരുന്നു. വിനി ജൂനിയർ മാത്രമോ? അതിലൂടെ ജൂഡ് ബെല്ലിംഗാം വരും, കിലിയൻ എംബാപ്പെ വരും. ഇതിനിടയിൽ അദ്ദേഹത്തിന് അറ്റാക്കിങ്ങിൽ ആ ഒരു വിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നടക്കുമോ? നടപടിയാവോ? വിങ്ങർമാരെ എന്താ യൂസ് ചെയ്യാത്തത്? ഈ വിങ്ങർമാരെ എന്തിനിങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യണം? എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. മിഡ്ഫീൽഡിൽ ഇൽക്കായ് ഗുണ്ടോനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഒരു തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ബാഴ്സലോണ ചെങ്ങായിനെ വിറ്റുള്ള സിനാരിയോയിൽ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വലിയ ലോസ് ആയിരിക്കും ബാഴ്സലോണ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗെയിം കാണുമ്പോൾ മാൻ സിറ്റിയിൽ അദ്ദേഹം വല്ലാതെ എക്സ്പോസ് ആയിട്ടുണ്ട്. അത് വേറെ കാര്യം. നിക്കോ ഗോൺസാലസിൻ്റെ കൂടെയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഫിസിക്കൽ ഡിമാൻഡിനനുസരിച്ച് കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ആ ഒരു മാറ്റിയാസ് ന്യൂനസൊക്കെ ബെഞ്ചിലിരിക്കുന്നുണ്ട്. മാറ്റിയാസ് ന്യൂനസിനെ മിഡ്ഫീൽഡിൽ മാത്രം കളിപ്പിക്കില്ല, ആൾ റൈറ്റ് ബാക്കൊക്കെ ആയിട്ടാണ് കളിപ്പിക്കുള്ളൂ. ആളുടെ പൊസിഷനിൽ കളിപ്പിക്കാൻ പെപ്പിന് താല്പര്യമില്ല. KDB ആ ഒരു പഴയ ഒരു ഫിസിക്കൽ സംഭവമൊന്നും അദ്ദേഹത്തിനില്ല. പിന്നെ എന്തൊക്കെയോ ചെറിയ തോതിൽ ഇഞ്ചുറി ഉണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫെഡെ വാൽവെർദെ എന്ന് പറഞ്ഞാൽ എൽ ഹാൽക്കൺ എന്ന് വിളിച്ചാൽ പോരാ. എൽ പ്രാന്തൻ, എൽ പഹയൻ, എൽ ജിന്ന് എന്നൊക്കെ വിളിക്കേണ്ട തരത്തിലുള്ള ചങ്ങായി എമ്മാതിരിയാണ് കാണിച്ചു വിടുന്നത്. ആൾക്ക് എന്തോ ഹാംസ്ട്രിങ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത്ര. എന്നിട്ടാണ് ആ റൈറ്റ് ബാക്ക് റോൾ കളിച്ചിട്ട്, എന്നിട്ട് റൈറ്റ് ബാക്ക് റോൾ കളിച്ചിട്ട് വെറുതെ എന്താണ് ആ ഒരു റോൾ അങ്ങോട്ട് കളിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അല്ല, അതിൽ പെർഫെക്റ്റ് ആയാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആ റോൾ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തൻ്റെ ടീമിന് വേണ്ടി കളിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം ഓരോ മിനിറ്റ് കളിക്കുമ്പോഴും അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മാതിരി പെർഫോമൻസാണ് ചങ്ങായി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. വാട്ട് എ പെർഫോമൻസ്!
അതായത് ഒരു ടോപ്പ് റൈറ്റ് ബാക്ക് കളിക്കുന്ന പോലെയാണ് ഔട്ട് ഓഫ് പൊസിഷനിൽ എൽ ഹാൽക്കൺ എന്ന് പറയുന്ന ഈ ഫെഡറിക്കോ വാൽവർദെ എന്ന് പറയുന്ന ഉറുഗ്വൻ വാരിയർ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് എ പെർഫോമൻസ്. അദ്ദേഹത്തിന് 1-2 ബോളുകൾ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. എൻ്റെ പൊന്നു ചെങ്ങായിമാരെ, ആ റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് വിപ്പ് ചെയ്ത് കൊടുത്തുള്ള സാധനം, അതിൽ ഒന്ന് റുഡിഗറിലേക്ക് എത്തിയില്ല, മറ്റൊന്ന് കിലിയൻ എംബാപ്പെ ടച്ച് ചെയ്തു, പക്ഷേ അദ്ദേഹം പിന്നെ സ്ലൈഡ് ചെയ്തിട്ട് അത് മീറ്റ് ചെയ്തു, പക്ഷേ എഡേഴ്സൺ സേവ് ചെയ്തു. അത് ഗോൾ അർഹിക്കുന്ന തരത്തിലുള്ള ബോളായിരുന്നു. വാട്ട് എ ബോൾ. പിന്നെ ടാക്കിൾ നടത്തുന്നു അദ്ദേഹം. ഈവൻ ഒരു ബാങ്ങർ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന്. വാട്ട് എ ഫുട്ബോളാ. ഇമാതിരി ചെങ്ങായിമാർ ആ ടീമിലുണ്ടാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവന്മാരെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ പറ്റുക? കാരണം ഇതൊക്കെയല്ലേ മെൻറ്റാലിറ്റി. എവിടെ കളിക്കുമ്പോഴും അവിടെ എന്താണോ സാധാരണ തനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുക അത് കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ചെങ്ങായിമാരാണ് ഫെഡെ വാൽവർദെയൊക്കെ. മാത്രമല്ല റൗൾ അസെൻസിയോ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. കിലിയൻ എംബാപ്പയുടെ ഫസ്റ്റ് ഗോൾ അദ്ദേഹം കൊടുത്തുള്ള ബോൾ, അതിൽ സിറ്റി തീർന്നു. ആ 3 മിനിറ്റ് 4 മിനിറ്റ് ആകുന്ന സാഹചര്യത്തിൽ തന്നെ സിറ്റിയുടെ എല്ലാം തീർക്കുന്ന തരത്തിലുള്ള ഒരു ലോങ് ബോൾ, 50 യാർഡ് ബോളാണ് ചെങ്ങായി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെങ്ങായിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്യൂട്ടിഫുൾ സ്ലൈഡിങ് ടാക്കിൾ ചെങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നു ഒമാർ മർമൂഷിനെ തടയാനായിട്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കാലിറ്റിയും പാഷനും ഡിസയറും ഫെൻറ്റാസ്റ്റിക് ആയിട്ട്. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഇപ്പോൾ സാന്റിയാഗോ ബെർണബേയിൽ റയൽ മാഡ്രിഡ് മാൻ സിറ്റിയുടെ ട്രൗസർ കീറി വിടുന്ന ആ ഒരു സിനാരിയോയില്ലേ, നിക്കോ ഗോൺസാലസ് വിനി ജൂനിയറിൻ്റെ ട്രൗസറൊന്നും ഊരാനുള്ള ശ്രമം, ആ രീതിയിൽ വിനി ജൂനിയർ എന്താടോ താൻ എന്നെ വസ്ത്രാക്ഷേപം ചെയ്തിട്ട് അപമാനിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത് എന്ന് ഒരു ചോദ്യം ചോദിച്ച പോലെ എനിക്ക് തോന്നി. അപ്പോൾ സത്യം പറയാൻ എന്താ അവിടെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീക്കോ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നത് മർമൂഷ് എവിടെയെന്നുള്ളൊരു നോട്ടമായിരുന്നു. പക്ഷേ മർമൂഷ് അവിടെ വിനി ജൂനിയറുടെ പോക്കറ്റിലായിരുന്നില്ല, അല്ലെങ്കിൽ ട്രൗസറിൻ്റെ ഉള്ളിലായിരുന്നില്ല. പകരം റൗൾ അസെൻസിയോയുടെ പുതിയ റാമോസ് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ വാഴ്ത്തുന്നുണ്ടല്ലോ, ആ ചെങ്ങായിട്ട് ട്രൗസറിൻ്റെ ഉള്ളിലായിരുന്നു, പോക്കറ്റിലുള്ളിലായിരുന്നു ഒമർ മർമൂഷ് ഉണ്ടായിരുന്നത്. പിന്നെ എന്തിനാണ് വിനിയുടെ ട്രൗസർ നോക്കിയത്? അതോ ഇനി കളർ ചെയ്താണെന്ന് അറിയാനാണോ? ഉള്ളിലിട്ട ജട്ടിയുടെ അതിനാണോ നോക്കിയിട്ടുണ്ടായിരുന്നത്? അപ്പോൾ എന്തായാലും അമ്മാതിരി ട്രൗസർ കീറി വിടുന്ന പെർഫോമൻസാണ് നമുക്ക് റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. മാൻ സിറ്റിയുടെ ട്രൗസർ കീറി വിട്ടു. ഇതിൽ തന്നെ പെപ് ഗാർഡിയോള മത്സരത്തിൽ മൊത്തം ചെയ്യുന്നുണ്ടായിരുന്നത് ഇത് തന്നെയായിരുന്നു. വേറെ ഒന്നുമില്ല, ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 70 മിനിറ്റ് എങ്ങാനും ആയിരുന്നു മാൻ സിറ്റി ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് അടിക്കാനായിട്ട്. ഒരു ഗോൾ അവരടിച്ച് തന്നെ ഒരു കോൺസലേഷൻ ഗോളാണ്. ഞാൻ പറഞ്ഞു, റയൽ മാഡ്രിഡ് ആണെങ്കിൽ 3-0 ആയതിനു ശേഷം പിന്നെ കംപ്ലീറ്റ്ലി ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ഡ്രില്ല് പോലെയാണല്ലോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ കുറച്ച് അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ മാൻ സിറ്റി നടത്തി. അങ്ങനെയാണ് ഒരു ഗോളും വന്ന് വീണിട്ടുണ്ടായിരുന്നത്. ഇത് 3-1 നിൽക്കേണ്ട തരത്തിലൊരു മത്സരമായിരുന്നില്ല. 4-5 ഒക്കെ ഗോളുകൾ റയൽ മാഡ്രിഡിന് അടിക്കാൻ പറ്റുന്ന തരത്തിലൊരു മത്സരമായിരുന്നു. ശരിക്കും നാണം കെടുത്തി വിടാൻ പറ്റുന്ന തരത്തിലൊരു അവസരമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ആളുകൾക്കൊരു പരാതി ഉണ്ടായിരുന്നു, റയൽ മാഡ്രിഡ് മാൻ സിറ്റി അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഡോമിനേറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അങ്ങോട്ട് പണ്ടാറടക്കി കളഞ്ഞു, അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞു. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു അത്. പിന്നെ ഇനി കിലിയൻ എംബാപ്പയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ കിലിയൻ എംബാപ്പയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ അധികം ആളുകൾ സംസാരിക്കാത്ത തരത്തിലൊരു ചങ്ങാനെ കുറിച്ച് സംസാരിക്കണം. റോഡ്രിഗോയുടെ ഒരു ഇമ്പാക്റ്റ്, ആള് കവർ ചെയ്യുന്നൊരു ഡിസ്റ്റൻസ് ഉണ്ട്, ആള് ഈ ടീമിൻ്റെ അറ്റാക്കിൽ കൊണ്ടുവരുന്നൊരു ബാലൻസ് ഉണ്ട്. ചിലപ്പോൾ കിലിയൻ എംബാപ്പയും വിനി ജൂനിയറൊന്നും അത്ര അധികം അങ്ങോട്ട് ട്രാക്ക് ബാക്ക് ചെയ്യാറൊന്നുമില്ല. പക്ഷേ റോഡ്രിഗോ ആ ചങ്ങായി നടത്തുന്ന ആ ഒരു ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ അതൊരു രക്ഷയില്ലാത്ത സംഭവമാണ്. അത് ഈ ടീമിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒപ്പം ജൂഡ് ബെല്ലിംഗാം ആ ഒരു ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ റോഡ്രിഗോ ചെയ്യുമ്പോൾ ജൂഡ് ബെല്ലിംഗാം ഒരു ലെഫ്റ്റ് സൈഡിൽ. ഇനിയിപ്പോൾ ഈ ജൂഡ് ബെല്ലിംഗാം നമുക്ക് റൈറ്റ് സൈഡിലും കാണാൻ പറ്റും. അതാണ് അപ്പോൾ ആ രീതിയിൽ ആ ചങ്ങായി കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അത് അതിലും വലുതാണ്. അത് ഓൺ ദ ബോൾ ഈ പിന്നെ റയൽ മാഡ്രിഡിൻ്റെ കയ്യിൽ ബോൾ കിട്ടുന്ന സാഹചര്യത്തിൽ റൊട്ടേഷൻസ് നടന്നുകൊണ്ടിരിക്കും. കിലിയൻ എംബാപ്പെ ചിലപ്പോൾ സെൻറ്റർ റോളിൽ നിന്ന് റൈറ്റിലേക്ക് നീങ്ങും, ചിലപ്പോൾ ലെഫ്റ്റിലേക്ക് നീങ്ങും. വിനി അതേപോലെ തന്നെ ചിലപ്പോൾ സെൻറ്ററിലേക്ക് നീങ്ങും, റൈറ്റിലേക്ക് നീങ്ങും. റോഡ്രിഗോ അതേപോലെ തന്നെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നീങ്ങും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നീങ്ങും. ജൂഡ് ബെല്ലിംഗാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നീങ്ങും. ആ രീതിയിൽ ഈ ഇവന്മാരുടെ ഈ റൊട്ടേഷൻ ഭയങ്കര പ്രശ്നമാണ്. ഈ ഫ്രണ്ട് ഫോറിന് ഏത് കളിയും വേണമെങ്കിൽ അവരുടെ ഡിഫൻസ് പോക്കാന്ന് സിനാരിയും ജയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എബിലിറ്റി ഉള്ളവന്മാരാണ്. അമ്മാതിരി ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അവരെ തടയാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ റയൽ മാഡ്രിഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പറ്റിയ ടീമുകളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊന്നുമല്ല, സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറ്റും, അത് വേറെ കാര്യം. ആ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവന്മാർക്കൊരു മൊമെൻറ്റിൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ അതിൽ റോഡ്രിഗോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, റോഡ്രിഗോയുടെ സ്റ്റാറ്റ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റോഡ്രിഗോ 100% പാസിംഗ് ആക്യുറസി മത്സരത്തിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്.
31 പാസസ് കൊടുത്തു, 31 കംപ്ലീറ്റ് ചെയ്യുന്നു, 10 ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുണ്ട്, 6 ടച്ചസ് ഓപ്പോസിഷൻ ബോക്സിൽ, 4 തവണ പൊസഷൻ വിൻ ബാക്ക് ചെയ്തിട്ടുണ്ട്, 4 ടാക്കിളുകൾ, 3 ചാൻസുകൾ ചെങ്ങായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 3 ഫൗളുകൾ വിൻ ചെയ്തിട്ടുണ്ട്, 2 സക്സസ്ഫുൾ ടേക്ക് ഓണുകൾ, 2 ഷോട്ട് ഓൺ ടാർഗറ്റ്, 1 അസിസ്റ്റ്. അപ്പോൾ ഇതിൽ തന്നെ ചെങ്ങായിയുടെ ടച്ചതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോറിയസ് ടച്ചതാണ്. ഇപ്പോൾ ജൂഡ് ബെല്ലിംഗാം മത്സരത്തിന് ശേഷം പറഞ്ഞത് ഏറ്റവും കൂടുതൽ പിന്നെ എബിലിറ്റിയുള്ള ടെക്നിക്കലി സൂപ്പർബായിട്ടുള്ളൊരു പ്ലെയറാണ് റോഡ്രിഗോ എന്നുള്ളതാണ്. ജൂഡ് ബെല്ലിംഗാം അത് പിന്നെ മീഡിയക്ക് മുമ്പിൽ തന്നെ പറയുന്നു. അത് നമുക്ക് കാണാൻ പറ്റും. ലോങ് ബോളൊക്കെ വരുമ്പോൾ അതിൽ അദ്ദേഹം എടുക്കുന്ന ടച്ച്, അതിങ്ങോട്ട് കില്ല് ചെയ്യുന്ന സാധനം, ആ ബോൾ അവിടെ അങ്ങോട്ട് കില്ല് ചെയ്യുവാൻ ചെങ്ങായി, അവിടെ അങ്ങോട്ട് കെടുക്കണം ബോൾ. അത്ര സുന്ദരമായിട്ടുള്ള ടച്ചാണ് ചെങ്ങായി എടുക്കുന്നത്. ഈവൻ കിലിയൻ എംബാപ്പെ അടിച്ചിട്ടുള്ള 2ാമത്തെ ഗോളിൽ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിഭീകരമാണത്, അതിഭീകരം. ആദ്യം ആ ഒരു ഹാഫ് ലൈൻ്റെ അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ടച്ച്, ആ ഒരു ഡയഗണൽ വന്നപ്പോഴുള്ള ടച്ച്, പിന്നെ കിലിയൻ എംബാപ്പെ കൊടുത്തുള്ള അസിസ്റ്റ്, അതിലുള്ള ആ ഒരു ഡെലിക്കേറ്റ് ടച്ച്, അതൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എത്രയാ ചെങ്ങായി ഓടുന്നത്, എത്രയാ ട്രാക്ക് ബാക്ക് ചെയ്യുന്നത്, എത്രയാ ഡിഫെൻസീവ്ലി ചെങ്ങായി സപ്പോർട്ട് കൊടുക്കുന്നത് ഫെഡെ വാൽവർദയ്ക്കൊക്കെ. പിന്നെ റയലിനെ സംബന്ധിച്ചുള്ള ഈ മത്സരത്തിൽ കൂടുതലും ആ ഒരു റൈറ്റ് സൈഡിലൂടെയാണ് കൂടുതൽ അറ്റാക്കുകൾ വന്നിട്ടുള്ളത്. സാധാരണ ലെഫ്റ്റിലൂടെ അല്ലേ അത് സംഭവിക്കാറുള്ളത്, പക്ഷേ ഈ മത്സരത്തിൽ കൂടുതലും റൈറ്റിലൂടെയാണ് അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റോഡ്രിഗോ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. കിലിയൻ എംബാപ്പെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടുള്ള സിനാരിയോയിൽ അദ്ദേഹത്തെ ലെഫ്റ്റിൽ തന്നെ കളിപ്പിക്കുന്ന ഒരു സിനാരിയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെന്താണ് നമ്മൾ ഇനി ബാക്ക് ടു കിലിയൻ എംബാപ്പെ ടോപ്പിക്. അതൊരു ഒന്നൊന്നര ടോപ്പിക്കാണ്. രാജമോനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുറേ സ്വപ്നങ്ങളുണ്ട്. അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് വന്ന് കയറിയിട്ടുള്ളത് ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. റയൽ മാഡ്രിഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്, എന്തുകൊണ്ടാണ് പല പ്ലേയേഴ്സിനും അവിടെ വന്ന് കളിക്കാനുള്ള ആഗ്രഹം തോന്നുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, റയൽ മാഡ്രിഡ് സ്വപ്നങ്ങൾ വിൽക്കുന്ന ക്ലബ്ബാണ്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പറ്റും. ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന രീതിയിൽ വലിയ വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പറ്റും. അപ്പോൾ കിലിയൻ എംബാപ്പെ മത്സരത്തിന് ശേഷം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ബാലൻ ഡിയോറിനേക്കാളൊക്കെ അദ്ദേഹത്തിന് വിലമതിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ റയൽ മാഡ്രിഡിൽ വന്ന് കളിക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം ഇപ്പോൾ അത് എൻജോയ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ഒരു രസം പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിന് സംഭവം പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനത്തെ രാത്രികൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ ഫുട്ബോൾ പ്ലെയറും കൊതിച്ചുകൊണ്ടിരിക്കുന്ന എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിഗ് യൂറോപ്യൻ രാത്രികളിൽ സാന്റിയാഗോ ബെർണബേയിൽ ഇമാതിരി പെർഫോമൻസ് കാഴ്ചവെക്കുക, അത് ലോകത്തിൻ്റെ നാനാഭാഗത്തിരിക്കുന്ന ആളുകൾ കാണുക, കൈയടിക്കുക, ആർപ്പ് വിളിക്കുക, എൻജോയ് ചെയ്യുക, അതൊരു കിടിലൻ സംഭവമല്ലേ. അത് തന്നെയാണ് ഇപ്പോൾ എംബാപ്പെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്താണ് സിസു അദ്ദേഹത്തിൻ്റെ ഗോളിൽ സ്മൈൽ ചെയ്തൊരു കാര്യം ആളുകൾ പറഞ്ഞിരുന്നു. അങ്ങനെ സ്മൈൽ ചെയ്തോ എന്ന് അദ്ദേഹം ചോദിച്ചു. അങ്ങനെ സ്മൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഭയങ്കര സംഭവമാണ്. കാരണം സിസു അദ്ദേഹത്തിൻ്റെ ഒരു ഐഡലാണ്. അപ്പോൾ തൻ്റെ ഐഡൽ തൻ്റെ ഗോൾ കണ്ട് ചിരിച്ചു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് വലിയൊരു സംഭവമാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പിന്നെ എന്താ നമ്മൾ പറയുക, എംബാപ്പെ ശരിക്കും ഇപ്പോൾ ആ ഒരു പൊസിഷനിൽ അങ്ങോട്ട് അഡാപ്റ്റായി. മാത്രമല്ല എംബാപ്പയുടെ കൂടെ കളിക്കാൻ വിനി ജൂനിയറും റോഡ്രിഗോ ഒക്കെ എല്ലാവരും അങ്ങോട്ട് അഡാപ്റ്റായി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഇവരുടെയൊക്കെ ഈ ഫ്രണ്ട് ഫോറിനെ എനേബിൾ ചെയ്യുന്ന ആ മിഡ്ഫീൽഡിലെ പ്രസൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. സെബയോസ് ആണെങ്കിലും ചൗമേനി ആണെങ്കിലും ഫാന്റാസ്റ്റിക് ആയിട്ട് ആ ടീമിന് വേണ്ടിയിട്ട് ബാലൻസ് കൊണ്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ. ഒപ്പം ജൂഡ് ബെല്ലിംഗാം മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരും, ഡിഫൻസിലേക്ക് ഇറങ്ങി വരും, അറ്റാക്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് വല്ലാത്തൊരു മുതലാണ്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഈ ഒരു ഫ്രണ്ട് ത്രീയുടെ അല്ലെങ്കിൽ ആ ഫ്രണ്ട് ഫോറിൻ്റെ ആ ഒരു സിങ്കിന് കാരണമായിട്ടുണ്ടെന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. പിന്നെ മാൻ സിറ്റിയുടെ ഡിഫൻസ് വളരെ വീക്കായിരുന്നു. വളരെ ഈസി ആയിട്ട് ബ്രീച്ച് ചെയ്യാൻ റയൽ മാഡ്രിഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നു, വളരെ ഈസി ആയിട്ട്. ചില ലാലിഗ ടീമുകൾ പോലും ഇതിലും നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും. ഇത് നമ്മൾ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ സീസണിൽ അവരുടെ കാര്യം അബദ്ധമാണ്, പക്ഷേ സ്റ്റിൽ അവർക്ക് ഇപ്പോഴും ടോപ്പ് 4 ഫിനിഷ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ സൈനിങ്ങളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ പോലും ഒരു പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർക്ക് ലാലിഗയിലുള്ള ചില ടീമുകളുടെ ഡിഫെൻഡിങ് എബിലിറ്റി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സ്ട്രക്ചർ വൈസ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈസിലി ഈ മൾട്ടി മില്യൺ പൗണ്ട് പ്ലെയേഴ്സിനെ റയൽ മാഡ്രിഡിൻ്റെ മൾട്ടി മില്യൺ പൗണ്ട് പ്ലെയേഴ്സ് ബീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എങ്ങനെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി കാഴ്ചവെക്കേണ്ട റുബൻ ഡിയാസ് തന്നെയാണ് ആദ്യത്തെ മിസ്റ്റേക്ക് വരുത്തി കാണിച്ചു കൊടുക്കുന്നത്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, കംപ്ലീറ്റ്ലി റാറ്റിൽഡ് ആയിരുന്നു റുബൻ ഡിയാസൊക്കെ. അപ്പോൾ ആ രീതിയിൽ സിറ്റി സംബന്ധിച്ചിടത്തോളം ഈ റയൽ മാഡ്രിഡിൻ്റെ ഫ്രണ്ട് പ്ലെയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എംബാപ്പെ പിന്നെ ശരിക്കും അതങ്ങോട്ട് മുതലാക്കി അങ്ങോട്ടാറാടി. എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ മാസമൊക്കെ ആയപ്പോഴേ 2 പെനാൽറ്റികളൊക്കെ അദ്ദേഹം മിസ് ചെയ്യുന്നു. ക്ലബ് അത്ലറ്റിക്കിനെതിരെയാണ് ആ ഒരു മേജർ പെനാൽറ്റി മിസ് സംഭവിക്കുന്നതും ആ മത്സരത്തിൽ റയൽ മാഡ്രിഡ് പരാജയപ്പെടുന്നതും. അതിനുശേഷം അദ്ദേഹം ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇനി നിങ്ങൾ കാണാൻ പോവാണ് ഞാൻ ആരാണ് എന്നുള്ളത്. അതിനുശേഷം
18 മത്സരങ്ങളിൽ നിന്ന് 17 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചെന്ന് മാത്രമല്ല 2 ഹാട്രിക്കുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ബിഗ് രാത്രിയിൽ സാന്റിയാഗോ ബെർണബേയിലും അദ്ദേഹം ഹാട്രിക്ക് ഡെലിവറി ചെയ്തിരിക്കുകയാണ്. അതും ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഫിനിഷുകൾ. ഇതോടൊപ്പം പെപ് ഗോളറുടെ ഒരു ടീമിനെതിരെ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ ഹാട്രിക് അടിക്കുന്ന ആദ്യത്തെ താരമായിട്ട് മാറിയിരിക്കുകയാണ് കിലിയൻ എംബാപ്പെ. ഒപ്പം ഹോം ആൻഡ് എവേ അദ്ദേഹം സിറ്റിക്കെതിരെ ഗോൾ അടിച്ചിട്ടുണ്ട്. ഇത് 2ാം തവണയാണ് കിലിയൻ എംബാപ്പെ ഇത്തരത്തിൽ ഹോം ആൻഡ് എവേ സിറ്റിക്കെതിരെ അല്ലെങ്കിൽ പെപ്പിൻ്റെ ടീമിനെതിരെ ഗോൾ അടിക്കുന്നത്. ആദ്യമായിട്ട് സംഭവിച്ചുള്ളൊരു കാര്യമാണത്. വേറൊരു കാര്യം, സിറ്റിക്കെതിരെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുള്ളത് ലിയണൽ മെസ്സിയാണ് 7 തവണ. പിന്നെ ബെൻസീമയും കിലിയൻ എംബാപ്പയും 6 തവണ വീതം. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ചാമ്പ്യൻസ് ലീഗ് കരിയറിലെ 3ാമത്തെ ഹാട്രിക്കാണ് ഈ മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 8 വർഷങ്ങൾക്ക് മുമ്പ് മൊണാക്കോയുടെ കുപ്പായത്തിൽ അദ്ദേഹം ആദ്യത്തെ സീനിയർ ഗോൾ അടിച്ചതിന് ശേഷം ഇപ്പോൾ 8 വർഷങ്ങൾക്ക് ശേഷം സാന്റിയാഗോ ബെർണബേയിലാണ് അദ്ദേഹം ഹാട്രിക് അടിച്ച് സാന്റിയാഗോ ബെർണബേയിലെ ക്രൗഡിനെ ത്രസിപ്പിച്ചുകൊണ്ട് അവരുടെ ആരവങ്ങൾക്കിടയിലൂടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്ന് കയറി പോയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഡഗൗട്ടിലേക്ക് നടന്ന് കയറി പോയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന മൊമെൻറ്റ്സാണ്. അദ്ദേഹത്തെ ഒരു മാൻഡേറ്റ്സ് ഡേ ആയിട്ട് ആളുകൾ അംഗീകരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ഡെലിവറി ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ് ആളുകളുടെ മുമ്പിൽ ആരാണ് രാജമോഹൻ എന്നുള്ളത്. ഡിസംബറിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ടൈറ്റിലും അവർ ഈ സീസണിൽ അടിച്ചു കഴിഞ്ഞിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒബ്വിയസ്ലി ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് റയൽ മാഡ്രിഡ് ഇരിക്കുമ്പോൾ അവരെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആയിട്ട് കണക്കാക്കണം. വേറെ രക്ഷയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ഏറെ ദൂരം സഞ്ചരിച്ചുകൊണ്ട് ആ ടൈറ്റിൽ അടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും കിലിയൻ എംബാപ്പയുടെയും ടീംമേറ്റ്സിൻ്റെ ലക്ഷ്യം ഉണ്ടായിരിക്കുക. എളുപ്പമായിരിക്കില്ല. അതേപോലെ തന്നെ ലാലിഗയിലും ടൈറ്റിൽ അടിക്കണം, കോപ്പ ഡെൽ റേ കിരീടം സ്വന്തമാക്കണം. ഇങ്ങനത്തെ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കാർലോ അൻചെലോട്ടി പറഞ്ഞ പോലെ സീസൺ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴാണ് റയൽ മാഡ്രിഡ് സീസൺ തുടങ്ങിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ പ്രോപ്പർ റൈറ്റ് ബാക്കിൻ്റെ അഭാവത്തിൽ ഫെഡെ വാൽവെർദെ അവിടെ ഒരു പ്രോപ്പർ റൈറ്റ് ബാക്കിനെ പോലെയാണ് കളിക്കുന്നത്. അതും വേൾഡ് ക്ലാസ് റൈറ്റ് ബാക്കിനെ പോലെയാണ് കളിക്കുന്നത്. ആ ചെങ്ങായി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോലും പെപ്പിൻ്റെ ടീമിന് സാധിച്ചിട്ടില്ല. കാരണം ചില വിങ്ങറിനെ അവിടെ ഇട്ടിട്ടില്ല. അതാണ് പെപ്പിൻ്റെ തോന്നിവാസം, അതിലൊന്നും പറയാനില്ല. അപ്പോൾ ഇതാണ് എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങോട്ട് ഞെട്ടിച്ച് കളഞ്ഞു. സിറ്റീൻ്റെ ഡിഫൻസിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. റൗൾ അസൻസിയോയുടെ ലോങ് ബോൾ അദ്ദേഹത്തിൻ്റെ ഫിനിഷ് ക്ലാസ് ഫിനിഷാണ് എഡേഴ്സിൻ്റെ മുകളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഫാന്റാസ്റ്റിക് ഫിനിഷ്. റുബൻ ഡിയാസ് എന്ത് തേങ്ങയാണ് അവിടെ ചെയ്യുന്ന ഒരു പിടുത്തമില്ല. 2ാമത്തെ ഗോളിലുള്ള അദ്ദേഹത്തിൻ്റെ ഫിനിഷ്, എന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ. അതിൽ റോഡ്രിഗോ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തിച്ചുള്ള സിനാരിയോയിൽ നമ്മുടെ യോസ്കോ ഗാർഡിയോളാണ് അദ്ദേഹത്തെ ടാക്കിൾ ചെയ്യാനായിട്ട് വരുന്നത്. ആ ഒരു ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് റൈറ്റ് ഫുട്ടിലേക്ക് കിലിയൻ എംബാപ്പെ എടുത്തുള്ള സിനാരിയോയിൽ നമ്മുടെ വീഗാലാൻഡിൽ സ്ലൈഡിൽ പോയ പോലെയാണ് നമ്മുടെ ചങ്ങായി പോയത്. ജോസ്കോ ഗാർഡിയോൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് ഗോൾ അടിച്ചതിന് ശേഷം അദ്ദേഹത്തെ നോക്കിയിട്ടാണ് ചോദിക്കുന്നത് എവിടേക്കാണ് പോകണമെന്നുള്ള രീതിയിലാണ് എംബാപ്പെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് യോസ്കോ ഗാർഡിയോളിനെ വേൾഡ് കപ്പിൽ ലിയണൽ മെസ്സി ഹ്യൂമിലിയേറ്റ് ചെയ്തതിന് ശേഷം ഇമാതിരി ഒരു ഹ്യൂമിലിയേഷൻ ഇപ്പോഴായിരിക്കും ചങ്ങായി നേരിടുന്നതാണ്. ഇടയ്ക്ക് വെച്ച് പ്രീമിയർ ലീഗിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ഹ്യൂമിലിയേഷൻ ആയിരുന്നു. നിരങ്ങി അങ്ങോട്ട് പോകാൻ ആ സമയത്ത് അങ്ങോട്ട് നിരങ്ങി അങ്ങോട്ട് എങ്ങോട്ടും പോയാൽ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഗാർഡിയോൾ. പിന്നെ 3ാമത്തെ ഗോൾ ഹാട്രിക് പൂർത്തിയാക്കുന്നത്, അതിൽ ഞാൻ പറഞ്ഞത് സിറ്റി പ്ലേയേഴ്സൊക്കെ പെട്രിഫൈഡ് ആണ്. ആരും എംബാപ്പയിലേക്ക് പോകുന്നില്ല. എംബാപ്പെ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ ബോൾ റിസീവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല ഒരുത്തനും. സവീനിയൊക്കെ നോക്കി നിൽക്കണം. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ കൃത്യമായിട്ട് നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിൻ്റെ വർക്ക് റേറ്റും സിറ്റി പ്ലേയേഴ്സിൻ്റെ വർക്ക് റേറ്റും. അവരുടെ പ്രസ്സിങ്ങിൽ പ്രശ്നമുണ്ട്, അവരുടെ മൊത്തത്തിൽ വർക്ക് റേറ്റ് പ്രശ്നമുണ്ട്. എംബാപ്പെ ബോൾ റിസീവ് ചെയ്യുന്നു, ഒരുത്തനും അടുത്ത് നിൽക്കുന്നില്ല. ഫോർഡനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നെ ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ ഡിഫൻസീവ് ഓർഗനൈസേഷൻ പ്രശ്നമുണ്ട്. പിന്നെ സിറ്റിയുടെ ഡിഫൻഡേഴ്സൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് എങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് പിടിക്കുന്നുള്ള രീതിയിൽ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് പോടോ. അങ്ങനെ എംബാപ്പെ റൈറ്റിൽ നിന്ന് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് വാട്ട് എ ഫിനിഷ്, വാവ്. അങ്ങനെ ഹാട്രിക്ക് പൂർത്തിയാക്കിയിരിക്കുകയാണ്. വേറെയും ചാൻസുകൾ ചങ്ങായി കിട്ടിയിട്ടുണ്ടായിരുന്നു. മൊത്തം 3 ഗോളുകൾ, 9 ടച്ചസ് ഇൻ ദ ബോക്സ്, 7 ഷോട്ടുകൾ, 5 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ, 2 ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ടേക്ക് ഓണുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മെനസിങ് ഫിഗർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ലിങ്കപ്പ് പ്ലേയും മനോഹരമായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, വിനി ജൂനിയറുടെ അടുത്ത് ബോൾ കിട്ടുമ്പോൾ, എംബാപ്പയുടെ അടുത്ത് ബോൾ കിട്ടുമ്പോൾ, റോഡ്രിഗോയുടെ അടുത്തൊക്കെ ബോൾ കിട്ടുമ്പോൾ സിറ്റി പ്ലേയേഴ്സിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അവർ പെട്രിഫൈഡ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വിനിയെ സംബന്ധിച്ചിടത്തോളം കുസനോവും വിനിയും തമ്മിലുള്ള ബാറ്റിൽ കാണാൻ രസമായിരുന്നു. ചില സാഹചര്യങ്ങൾ അദ്ദേഹത്തെ ബീറ്റ് ചെയ്യുന്നു. അതായത് കുസനോവിനെ ബീറ്റ് ചെയ്യാൻ വിനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു ഈസി ആയിട്ട്. കുസനോവ് ആണെങ്കിൽ ഇടങ്ങറായിട്ടുണ്ടായിരുന്ന ആ റോളിൽ. പിന്നെ ചിലപ്പോഴൊക്കെ അദ്ദേഹം മോശമില്ലാത്ത രീതിയിൽ ഡിഫെൻഡും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അല്ല, നോർമൽ പൊസിഷൻ അല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ജൂഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അമ്മാതിരി ഒരു പ്ലെയർ. ഇത് ഈ ജൂഡ് മാത്രമല്ലേ, ഇങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട് ആ സൈഡിൽ. ഇപ്പോൾ ഫെഡെ, ജൂഡ്, റോഡ്രിഗോ, ഇവരൊക്കെ ടീം പ്ലെയേഴ്സാണ്.
ടീം ഫസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. അമ്മാതിരി ഐറ്റംസ് ഉണ്ടാകുമ്പോൾ ജൂഡ് ചില സാഹചര്യങ്ങൾ അദ്ദേഹത്തൊക്കെ പ്രസ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. വല്ലപ്പോഴേ സിറ്റി പ്രസ് ചെയ്തിട്ടുള്ളൂ. പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈസിലി ബീറ്റ് ചെയ്തിട്ട് ഡയഗണലൊക്കെ കൊടുക്കുന്ന സിനാരിയോ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കമ്പൈൻ ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ കമ്പൈൻ ചെയ്യുന്നു. അതായത് കണക്ടറായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ജൂഡിൻ്റെ കളി കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഭയങ്കര രസമുള്ളൊരു ഫുട്ബോളറാണ്. എഫക്റ്റീവായിട്ടുള്ള ഫുട്ബോളാണ് കളിക്കുക. ഒപ്പം ഞാൻ പറഞ്ഞല്ലോ ടീം പ്ലെയറാണ്. ചൗമേനി ഒരുപാട് ടാക്കലുകളും ഇൻ്റർസെപ്ഷനും നടന്ന് നമ്മൾ കണ്ടു. ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള മിഡ്ഫീൽഡ് പ്രസൻസ്. സെബയോസ് അമ്പോ ഞാൻ പറഞ്ഞല്ലോ അണ്ടർ റേറ്റഡ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടീം ഇപ്പോൾ സീസണിൻ്റെ തുടക്കത്തിലുള്ളതിനേക്കാൾ ബെറ്ററായിട്ട് ഇപ്പോൾ കളിക്കുന്നതിനുള്ള ഒരു കാരണക്കാരൻ സെബയോസാണ്. ആ സെബയോസിനെ അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുള്ള രീതി അതിന് നമ്മൾ കാർലോ അൻചെലോട്ടി ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ട്. ഒട്ടും ഭയമില്ലാതെയാണ് സെബയോസ് ആ റോള് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡിഫൻസിൽ റൂഡിഗറിൻ്റെ പ്രസൻസ് ഒരു വലിയൊരു ആശ്വാസമാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ റാളോ സെൻസിയോ, റാമോസിൻ്റെ സക്സസർ എന്നുള്ള പേരെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒടുക്കത്തെ പ്രഷർ ഉണ്ടാക്കുന്ന തരത്തിലൊരു കാര്യമാണ്. പക്ഷേ ഈ ചങ്ങായി അത് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ചങ്ങായി ബിഗ് സ്റ്റേജിൽ ആ രീതിയിലുള്ളൊരു വിളിയും കേട്ടിട്ട് അമ്മാതിരി പെർഫോമൻസ് ഡെലിവറി ചെയ്യാൻ വെമ്പലുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. റാളോ സെൻസിയോ ഈസ് ഹാവിങ് എ ഗ്രേറ്റ് സീസൺ. റയലിൻ്റെ ആ ഫ്രണ്ട് ഫോർ ദ പീപ്പിളിൻ്റെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ബ്രില്യൻ സ്റ്റാറ്റ്സ് ആണ്. അതായത് കിലിയൻ എംബാപ്പെ 31 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓൾ കോമ്പറ്റീഷനിൽ നടത്തിയിട്ടുണ്ട്. 27 ഗോളുകളും 4 അസിസ്റ്റുകളും. വിനി ജൂനിയർ 28 ഗോൾ കോൺട്രിബ്യൂഷൻസ്. റോഡ്രിഗോയും ജൂഡ് ബെല്ലിംഗാമും 21 ഗോൾ കോൺട്രിബ്യൂഷൻസ് വീതം. അപ്പോൾ ആ രീതിയിൽ ഫ്രണ്ട് ഫോർ ഡെലിവറി ചെയ്യാണ്, ഫോർ ദ പീപ്പിൾ ഡെലിവറി ചെയ്യാണ്. ഇനി നമ്മളെ സിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഔട്ട് പ്ലേ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എവിടേക്കാണ് പ്രശ്നങ്ങൾ സംഭവിച്ചത്, എങ്ങനെയൊക്കെയാണ് ഗോളുകൾ വന്നത്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ സംസാരിക്കാം. ഫസ്റ്റ് ഹാഫിൽ ഒരു ഒറ്റ അറ്റംപ്റ്റ് മാത്രമേ സിറ്റി നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ അറ്റംപ്റ്റ്. അതായത് കോർട്ടുവ അവിടെ ഈച്ചയായിട്ടിരിക്കുകയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ മാത്രമല്ല സെക്കൻഡ് ഹാഫിലും കുറേ സമയം ചങ്ങായി ഈച്ചയായിട്ടിരിക്കുകയായിരുന്നു. കളി തീർന്നതിന് ശേഷമാണ് പിന്നെ കോർട്ടുവയ്ക്ക് കുറച്ചൊക്കെ ആ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിൽ കിട്ടുന്ന തരത്തിലുള്ള കുറച്ച് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. കളി കഴിഞ്ഞതിന് ശേഷം, ടൈ അവസാനിച്ചതിന് ശേഷം 6-3 എന്നുള്ള അഗ്രഗേറ്റ് സ്കോറിനാണല്ലോ മത്സരം അവസാനിച്ചത്, ടൈ അവസാനിച്ചത്. അപ്പോൾ ആ ഒരു സിറ്റിയുടെ ആ ഒരു കൺസലേഷൻ ഗോൾ, ആശ്വാസ ഗോൾ വരുന്നതിന് മുമ്പൊക്കെ വെറുതെ ഈച്ചയായിട്ടിരിക്കുകയായിരുന്നു കോർട്ടുവ. ഒരു പണി ഉണ്ടായിരുന്നില്ല, ഉറക്കം വന്നിട്ടുണ്ടാവും ചങ്ങായിക്ക്. അമ്മാതിരി പ്രകടനമായിരുന്നു സിറ്റിയുടെ ഭാഗത്ത്. അതായത് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ചേഞ്ച് വരുത്തണ്ടേ, വളരെ ലേറ്റായിട്ടുള്ള കുറേ ചേഞ്ച്. ആളൊരു ഡിഫീറ്റഡ് മാനായിരുന്നു. അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ച മത്സരത്തിലുടനീളം. റയലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും എളുപ്പത്തിലായിരിക്കില്ല ബാക്കി വരുന്ന മത്സരങ്ങൾ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ റൗണ്ട് ഓഫ് 16 അവരെ കാത്തിരിക്കുന്നത് പിന്നെ ഒന്നെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡോ അല്ലെങ്കിൽ ലെവർക്യൂസനോ എന്നുള്ളതാണ്. അപ്പോൾ അവർ കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കും, സിറ്റിയേക്കാൾ എന്തായാലും ബുദ്ധിമുട്ടാക്കും. ഈ മത്സരത്തിൽ പിന്നെ സിറ്റിക്കെതിരെ റയൽ മാഡ്രിഡ് പ്രസ് മികച്ചതായിരുന്നു, അവരുടെ ഡിഫെൻഡിങ് മികച്ചതായിരുന്നു. അതായത് കംപ്ലീറ്റ്ലി എല്ലാ മേഖലയിലും ബോൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മത്സരമായിരുന്നു. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ. ഈവൻ ലാലിഗയിലും ഇതിലും ഡിഫിക്കൽട്ടായിട്ടുള്ള ഫിക്സ്ചറുകൾ അവരെ തേടിയിരിക്കുന്നുണ്ടാവുന്നതാണ്. പക്ഷേ നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ മൊത്തത്തിൽ റയൽ മാഡ്രിഡിൻ്റെ ആരാധകർക്കും പിന്നെ പ്ലേയേഴ്സിനൊക്കെ സിറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. പെപ്പിനെ കൊണ്ട് അതാണിപ്പോൾ പിന്നെ സാധിച്ചത്. പക്ഷേ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, റയലിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് യൂറോപ്യൻ രാജാക്കന്മാരാണ്, എന്നാൽ പോലും ഇനി വരാൻ പോകുന്ന ഫിക്സറുകൾ ഇതിനേക്കാൾ ടഫായിരിക്കും. അതൊരു യാഥാർത്ഥ്യമായുള്ള സംഭവമാണ്. അപ്പോൾ ആ കടമ്പകൾ എങ്ങനെ റയൽ മാഡ്രിഡ് കടക്കുന്നുള്ളത് കണ്ടറിയാം. അവരെ സംബന്ധിച്ചോളം ഇപ്പോഴും ഡിഫൻസിൽ വൾണറബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും മത്സരത്തിലെ ഗോളുകൾ വന്ന വഴിയും കാര്യങ്ങൾ സെക്കൻഡ് പാർട്ടിൽ സംസാരിക്കാനായിട്ട് കാത്തിരിക്കുക. ഗുഡ് ബൈ.